മധ്യഗാസയിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കാനൊരുങ്ങി ഇസ്രയേൽ. മധ്യഗാസയിലെ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുകളിൽ വ്യോമാക്രമണം വ്യാപിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. അതേസമയം പലസ്തീനിൽ വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 21,000 കടന്നു. വിവരങ്ങൾ അതുല്യ നൽകും. അതുല്യ, കൂടുതൽ ഇടങ്ങളിലേക്ക്, പ്രത്യേകിച്ച് മധ്യഗാസയിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കാൻ ഇസ്രയേൽ പദ്ധതിയിടുന്നു. എന്തൊക്കെയാണ് പശ്ചിമേഷ്യയിലെ വിവരങ്ങൾ? പ്രദേശങ്ങളിൽ മാത്രം കഠിനമായി നടന്നുകൊണ്ടിരുന്ന കരയുദ്ധം ഇപ്പോൾ ഗാസയുടെ സെൻട്രൽ ക്യാമ്പുകൾ എന്നറിയപ്പെടുന്ന മധ്യനഗരങ്ങളിലേക്ക് കൂടി വ്യാപിച്ചിരിക്കുകയാണ്. ഇതുവരെയായി അതിർത്തികളിൽ നിന്ന് ഈ യുദ്ധത്തിൻ്റെ കെടുതികളിൽപ്പെട്ട് നഗരത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് പലായനം ചെയ്തിരുന്നവരെല്ലാം തിങ്ങിപ്പാർക്കുന്ന ജനസാന്ദ്രത വളരെ അധികം കൂടിയ ഒരു ഭാഗമാണ് ഈ മധ്യ ഗാസ അല്ലെങ്കിൽ സെൻട്രൽ ക്യാമ്പുകൾ എന്ന് പറയുന്നത്. നിരവധി അഭയാർത്ഥി ക്യാമ്പുകളാണ് ഇവിടെയുള്ളത്. ഇവിടെയാണ് ഇപ്പോൾ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ കഠിനമായ ആക്രമണം ഇസ്രായേൽ നടത്തുന്നത്. ഓരോ 24 മണിക്കൂറിലും കൊല്ലപ്പെടുന്നവരുടെ എണ്ണം 150-ന് മുകളിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി 3 ദിവസവും 200-ലധികം ആളുകൾ ഇവിടെ കൊല്ലപ്പെട്ടിരുന്നു. നിലവിൽ തെക്കൻ ഖാൻ യൂനിസിലടക്കം ഉള്ള ജനവാസ കേന്ദ്രങ്ങളിൽ ആളുകളെ ഒഴിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ആക്രമണം തുടരുകയുമാണ് ഇസ്രായേൽ സേന. ഏതാണ്ട് 1,50,000-ലധികം ആളുകൾ ഈ മധ്യ ഗാസയിൽ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവരോട് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ, പലായനം ചെയ്യാൻ, തീരങ്ങളിലേക്ക് പലായനം ചെയ്യാൻ ഇസ്രായേൽ പ്രതിരോധ സൈന്യം ഉത്തരവിട്ടിരുന്നു. അതിന് പുറകെയാണ് ഇപ്പോൾ ഇവിടെ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 21,195-ലധികം ആളുകൾ ഇവിടെ മരിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. UN ഇക്കാര്യത്തിൽ കഠിനമായ ആശങ്കയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലസ്തീനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉന്മൂലന യുദ്ധമാണെന്നാണ് UN വക്താവ് വിശേഷിപ്പിച്ചത്. അതേസമയം ഒരാഴ്ചയോ 1 മാസമോ 1 വർഷമോ എടുത്താലും ഈ യുദ്ധം ഞങ്ങൾ പൂർത്തിയാക്കുക തന്നെ ചെയ്യും എന്ന് ഇസ്രായേൽ പ്രതിരോധ സൈന്യം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഈ യുദ്ധം ഇനിയും മാസങ്ങളോളം നീണ്ടു പോയേക്കുമെന്നും ഇതിൽ നിന്നും ഒരു പടി പോലും പിന്മാറാൻ ഇസ്രായേൽ തയ്യാറല്ലെന്നുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഫിജി, അതുല്യ, പലസ്തീൻ ഇതെങ്ങനെയാണ് നേരിടുന്നത്? പ്രതിരോധിക്കാൻ അവർക്ക് ശക്തിയുണ്ടോ? ഏതു വിധത്തിലാണ് പലസ്തീൻ ഈ പോരാട്ടങ്ങളെ എതിർക്കുന്നത്? ഇസ്രായേലിൻ്റെ വാദങ്ങളെയും കൂട്ടക്കുരുതിയെ ന്യായീകരിച്ചുകൊണ്ടുള്ള വാദങ്ങളെയും എല്ലാം ഇപ്പോഴും പലസ്തീൻ എതിർക്കുക തന്നെയാണ് ചെയ്യുന്നത്. പലസ്തീൻ ഇതുവരെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്ന ശേഷിക്ക് വളരെ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട്. പലസ്തീൻ്റെ ഭാഗത്ത് നാശനഷ്ടങ്ങൾ കൂടുതലാണെന്നത് മാത്രമല്ല, നിലവിൽ അവരുടെ ആയുധശേഷി അടക്കമുള്ള കാര്യങ്ങൾ അവതാളത്തിലായിരിക്കുകയാണ്. വേണ്ടത്ര ഇന്ധനം ലഭിക്കാത്തതും അതുപോലെ തന്നെ ആയുധങ്ങൾ എത്താത്തതും ഒരുപക്ഷെ പലസ്തീൻ സൈന്യത്തെ വളരെയധികം പുറകോട്ടാക്കുന്നുണ്ട്. അതുമാത്രമല്ല, മുറിവേറ്റ സൈനികരെ ശുശ്രൂഷിക്കാനോ അവർക്ക് വേണ്ട സഹായം, ആയുധപരമായും അല്ലാതെയുമുള്ള സൈനിക സഹായം നൽകാനോ പലസ്തീന് കഴിയാത്തതും ഒരു തിരിച്ചടിയാവുന്നുണ്ട്. ഫിജി, ശരി അതുല്യ.